നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു വിഷുക്കാലം. വെറുമൊരു മഞ്ഞപ്പൂക്കാലത്തിനപ്പുറം നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന പോസിറ്റീവ് സൈക്കോളജിയും അതിശയിപ്പിക്കുന്ന ഐതിഹ്യങ്ങളും ഒത്തുചേരുന്ന ഒരു വലിയ ആഘോഷമാണ് വിഷു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഈ മാറ്റത്തിൻ്റെ കഥ നമുക്കൊന്ന് നോക്കാം. പണ്ട് പ്രാഗ്ജ്യോതിഷപുരം ഭരിച്ചിരുന്ന നരകാസുരൻ എന്ന ക്രൂരനായ അസുരൻ ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തി. ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ പീഡിപ്പിച്ച നരകാസുരൻ ലോകത്തെ അന്ധകാരത്തിലാഴ്ത്താൻ ശ്രമിച്ചു. ഒടുവിൽ ദുരിതം സഹിക്കവയ്യാതെ ലോകം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായം തേടി. ശ്രീകൃഷ്ണൻ സത്യഭാമയോടൊപ്പം നരകാസുരനോട് യുദ്ധം ചെയ്യുകയും ആ അസുരനെ വധിക്കുകയും ചെയ്തു. അന്ധകാരം വിട്ടുമാറി ലോകം വീണ്ടും പ്രകാശത്തിലേക്ക് ഉണർന്നത് ഒരു മേടമാസത്തിലെ കറുത്തവാവ് ദിനത്തിലായിരുന്നു. തിന്മയുടെ മേൽ നന്മ വിജയിച്ച ആ ധന്യമുഹൂർത്തമാണ് നമ്മൾ വിഷുവായും ഐശ്വര്യത്തിൻ്റെ തുടക്കമായും ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് അന്ധകാരം നീക്കിയ ആ ഭഗവാനെ നമ്മൾ ആദ്യ കാഴ്ചയായി കണി കാണുന്നത്. മറ്റൊരു മനോഹരമായ കഥ ലങ്കാധിപതിയായ രാവണനുമായി ബന്ധപ്പെട്ടതാണ്. രാവണൻ തൻ്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് നവഗ്രഹങ്ങളെ പോലും തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. സൂര്യനെ ലങ്കയ്ക്ക് മുകളിൽ നേരിട്ടുദിക്കാൻ രാവണൻ സമ്മതിച്ചിരുന്നില്ല. ലോകത്തിൻ്റെ ചൈതന്യമായ സൂര്യപ്രകാശം പോലും രാവണന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. രാമരാവണ യുദ്ധത്തിൽ രാവണൻ വധിക്കപ്പെട്ടതോടെ സൂര്യൻ രാവണന്റെ തടവറയിൽ നിന്ന് മോചിതനായി. രാവണന്റെ തടവറയിൽ നിന്ന് മോചിതനായ സൂര്യൻ ഒരു തടസ്സവുമില്ലാതെ പൂർണ്ണ തിളക്കത്തോടെ ഉദിച്ചുയർന്നു. പ്രകൃതി ഒന്നാകെ ആ ഉദയത്തെ പുഷ്പങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും വരവേറ്റു. ആ ഐതിഹാസികമായ സൂര്യോദയം നടന്നത് ഒരു വിഷുദിനത്തിലായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നരകാസുരനെ വധിച്ച കൃഷ്ണന്റെ കരുത്തും സൂര്യനെ മോചിപ്പിച്ച ധർമ്മത്തിൻ്റെ വിജയവും ഒരേപോലെ ഒത്തുചേരുന്ന ദിനമാണ് വിഷു. കണിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒന്നാണ് കണിക്കൊന്ന. കൊന്നപ്പൂക്കളുടെ മഞ്ഞനിറം നമ്മുടെ തലച്ചോറിന് വലിയ രീതിയിലുള്ള സന്തോഷവും ഉന്മേഷവും നൽകുന്നു. ശാസ്ത്രീയമായി നോക്കിയാൽ വേനൽക്കാലത്ത് പൂത്തു നിൽക്കുന്ന ഈ മഞ്ഞപ്പൂക്കൾ കാലവർഷം വരാനിരിക്കുന്നു എന്ന പ്രകൃതിയുടെ അലാറം കൂടിയാണ്. അതുപോലെ തന്നെയാണ് വെള്ളരി. സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരി ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയെ സൂചിപ്പിക്കുന്നു. ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്ന ഇത് നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണതയെയും സമൃദ്ധിയെയും ഓർമ്മിപ്പിക്കുന്നു. കണിയിലെ എല്ലാ കാഴ്ചകൾക്കും ഒടുവിൽ നമ്മൾ നമ്മളെ തന്നെ വാൽക്കണ്ണാടിയിൽ കാണുന്നു. പ്രകൃതിയെയും പുരാണത്തെയും ദൈവത്തെയും വണങ്ങിയ ശേഷം നമ്മളിലെ ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ തത്വം. സൂര്യപ്രകാശത്തിൻ്റെ സ്വർണ്ണ നിറമുള്ള പൂക്കളും ഫലങ്ങളും വെച്ച് നമ്മൾ നടത്തുന്ന ഈ ആഘോഷം വെളിച്ചത്തിൻ്റെ വിജയമാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അറിവില്ലായ്മയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വലിയ ഉണർവാകട്ടെ ഈ വിഷുക്കാലം. എല്ലാവർക്കും ദർശു ടോക്സിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.